ശ്രീരാമായ നമോ നമ. സീതാരാമഗുണാരാമ പുണ്യാരണ്യനിവാസിനോ വന്ദേ വിശുദ്ധവിജ്ഞാനോ കവീശ്വരോ. ഉത്തരകാണ്ഡം സർഗം 18. മരുത്ത വിജയം. അങ്ങനെ വേദവതി രാവണനെ ശപിച്ചുകൊണ്ട് അഗ്നിയിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞു. പ്രവിഷ്ടായാം ഹുതാശം തു വേദവത്യാം സരാവണ പുഷ്പകം തു സമാരുഹ്യ പരിചക്രാമമേദിനെ. പിന്നെയും പുഷ്പകത്തിൽ കയറി അങ്ങനെ ചുറ്റാൻ തുടങ്ങി. അങ്ങനെ ഉശീരബീജം എന്ന സ്ഥലത്ത് യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്ന മരുത്ത മഹാചക്രവർത്തിയെ കണ്ടു. ഉശീരബീജം ഖണ്ഡഹാറാണെന്ന് ചില വ്യാഖ്യാനങ്ങളിൽ കാണുന്നു. ആ മരുത്ത ചക്രവർത്തി വലിയ യാഗം ചെയ്യാണ്. യാചകൻ ബൃഹസ്പതിയുടെ സഹോദരനായ സമ്മർദ്ദനുമാണ്. രാവണനെ കണ്ട് ഹവിസ് സ്വീകരിക്കാനെത്തിയ സ്വദേഹത്തോടുകൂടി ദേവതകൾ അങ്ങനെ ഹവിസ് സ്വീകരിക്കാൻ എത്തിയതാണ്. അപ്പൊ ഈ രാവണനെ കണ്ടതോടുകൂടി അവരൊക്കെ അവിടുന്ന് മുങ്ങി എന്ന് പറയാം. അവരൊക്കെ തിര്യക്കുകളായിട്ട് സ്ഥലം വിട്ടു. തിര്യക്കുകൾ പറഞ്ഞാൽ ഭക്ഷ്യമൃഗാദികളായിട്ട് മാറിയതാണ്. ഇന്ദ്രൻ മയിലായി, യമൻ കാക്കയായി, കുബേരൻ ഓന്തായി, വരുണൻ അരയന്നമായി. ഇങ്ങനെ വേറെയും ദേവന്മാര് ഓരോരോ രൂപങ്ങൾ ധരിച്ചു പോയി. അങ്ങനെ ദേവന്മാരൊക്കെ പോയ സ്ഥിതിക്ക് രാവണൻ തട്ടി ശുദ്ധമായ ഹവിസ് എന്ന പോലെ യജ്ഞഭാഗങ്ങൾ കരസ്ഥമാക്കി. എന്നിട്ട് മരുത്തനോട് ചെന്ന് പറഞ്ഞു, യുദ്ധം ചെയ്യൂ, അല്ലെങ്കിൽ തോൽവി സമ്മതിക്കൂ എന്നായി. മരുത്തൻ പറഞ്ഞു, താങ്കൾ ആരാണ്? ഇപ്പൊ രാവണൻ അഹങ്കാരത്തോടുകൂടി, എന്നെ ആർക്കാണ് അറിയാത്തത്? വേണമെങ്കിൽ പറയാം, കുബേരന്റെ സഹോദരനാണ് ഞാൻ. ആ കുബേരനെ കൂടി തോൽപ്പിച്ച അടയാളം ആണ് ഈ പുഷ്പവിമാനം. മരുത്തൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ, താങ്കൾ കേമൻ തന്നെ. ജ്യേഷ്ഠനെ പോലും തോൽപ്പിച്ചവനല്ലേ? അതിന് പൂർവപുണ്യമായിരിക്കും കാരണം. നിന്നോട് ഞാൻ യുദ്ധം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് വില്ലെടുത്ത് പുറപ്പെട്ടപ്പോ സമ്മർദ്ദൻ, യാഗം ചെയ്യിക്കുന്ന സമ്മർദ്ദൻ തടഞ്ഞു. ഇല്ലയോ ചക്രവർത്തി, ഇപ്പൊ യുദ്ധം പാടില്ല. മാഹേശ്വര സത്രം എന്ന ഈ സത്രം സമ്പൂർണമായിട്ടില്ല. ഇത് സമ്പൂർണമായില്ലെങ്കിൽ കുലം മുടിയും. അതുപോലെ തന്നെ ദീക്ഷ സമയത്ത് ക്രോധമരുത്. യുദ്ധം ചെയ്താൽ തന്നെ ഈ ദുർജയനെ ജയിക്കുമെന്നും ഉറപ്പുമില്ല. അപ്പൊ ചക്രവർത്തി വീണ്ടും ശരി, എന്നാ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് യാഗത്തില് ശ്രദ്ധ ചെലുത്തി യാഗത്തിനായിട്ട് വീണ്ടും പുറപ്പെട്ടു. ഇപ്പൊ രാവണന്റെ മന്ത്രി ശുകൻ ഘോഷിച്ചു, രാവണൻ ജയിച്ചു എന്ന് ഘോഷിച്ചു. എന്നിട്ട് അവിടെ വന്ന കുറെ ആൾക്കാരെയൊക്കെ ദ്രോഹിച്ചു. കുറെ മഹർഷിമാരെയും വേറെ കാണാൻ വന്നവരെയൊക്കെ പിടിച്ച് കുറെ കൊന്നു തിന്ന് വീണ്ടും ഭൂമിയിൽ അങ്ങനെ പരതി നടക്കാൻ തുടങ്ങി. അപ്പോഴേക്കും യാഗത്തിന്റെ അവിടെ ഈ തിര്യക്കുകളായി തീർന്ന ദേവതകളെ സ്വരൂപം ധരിച്ചു. അതാത് മൃഗപക്ഷികളോട് അവർക്ക് കൂടുതൽ സ്നേഹം തുടങ്ങി. സ്നേഹവാത്സല്യം തോന്നിയിട്ട് അവർക്കൊക്കെ വരം കൊടുക്കണം. ഇന്ദ്രൻ നീലമയിലിനോട് പറഞ്ഞു, നിനക്ക് പാമ്പിൽ നിന്നും ഭയമുണ്ടാവില്ല. അതുപോലെ എനിക്ക് 1000 കണ്ണുകളാണല്ലോ ഉള്ളത്. ആ 1000 കണ്ണുകൾ നിനക്ക് പീലിയുടെ രൂപത്തിൽ കിട്ടട്ടെ എന്ന് അനുഗ്രഹിച്ചു. അഗസ്ത്യ മഹർഷി ശ്രീരാമനോട് കഥ പറയണം, അല്ലയോ രാമ, പണ്ട് മയിലുകൾക്ക് നീല നിറമായിരുന്നു, പിന്നെയാണ് അവർക്ക് പീലി വന്നത്. മുളങ്കുറ്റിയിലിരിക്കുന്ന കാക്കയോട് യമൻ പറഞ്ഞു, നമുക്ക് രോഗങ്ങൾ വരാതിരിക്കട്ടെ. രോഗങ്ങൾ എൻ്റെ സൈന്യങ്ങളാണല്ലോ. കാലന്റെ തന്നെ ഓരോരോ സൈന്യവ്യൂഹത്തിലെ ഓരോരുത്തരാണ് രോഗങ്ങൾ. ആദ്യം സൈന്യവ്യൂഹത്തിൽ ചെറിയ ആൾക്കാരെ അയക്കും, പിന്നെ വലിയ വലിയ ആൾക്കാരാവും. അവസാനം കാലൻ തന്നെ വന്ന്, അല്ലെങ്കിൽ കാലന്റെ പ്രധാന ദൂതന്മാർ വന്ന് ജീവൻ കൊണ്ടുപോകും. അതാണല്ലോ നമ്മളിപ്പോ ഇന്ന് കാണണതൊക്കെ. കാക്കയോട് വീണ്ടും യമൻ പറയാണ്, മനുഷ്യൻ കൊല്ലാത്തിടത്തോളം കാരണം നമുക്ക് മരണം വരാതിരിക്കട്ടെ. മനുഷ്യൻ കൊല്ലുക അല്ലെങ്കിൽ അപകടത്തിൽ മരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇനി മരണം വരാതിരിക്കട്ടെ. കാക്കയുടെ ആയുസ് എത്രയെന്ന് വളരെ വലിയ ആയുസാണ്. പിന്നെ പിതൃക്കളുടെ വിശപ്പ് നീ ഭക്ഷിച്ചാൽ മാറട്ടെ. പിതൃക്കൾക്ക് വലിയ വിശപ്പുണ്ടാവും, നിന്റെ ഭക്ഷണത്തോടുകൂടി അത് മാറട്ടെ എന്നാണ് കാക്കയെ യമധർമ്മൻ അനുഗ്രഹിച്ചത്.
യേ ച മദ്വിഷയസ്ഥ വൈ മാനവാ ക്ഷുധയാർദ്യതാം. മദ്വിഷയസ്ഥ, എൻ്റെ വിഷയത്തിൽ, എൻ്റെ ജൂറിസ്ഡിക്ഷനിലുള്ള മാനവാഹ, പിതൃക്കൾ എന്നർത്ഥം, ക്ഷുധയാർദ്യത, അവർ വിശന്നിങ്ങനെ നടക്കുമ്പോൾ, ത്വയ് ഭുക്തയെ സുതൃപ്താസ്തേ, നീ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ തൃപ്തി ഉണ്ടാവട്ടെ. ഭവിഷ്യന്തി സബാന്ധവ, അവർക്കും അവരുടെ ബന്ധുക്കൾക്കും ഈ ബലി കൊടുക്കുന്നവർക്കും തൃപ്തി ഉണ്ടാവട്ടെ എന്ന് യമൻ അനുഗ്രഹിച്ചു. ഗംഗാതോയത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അരേന്യത്തോട് വരുണൻ പറയാണ്, ചന്ദ്രമണ്ഡലം കണക്ക് വെളുത്ത നുരയുടെ നിറം നിനക്കുണ്ടാവട്ടെ. എൻ്റെ ശരീരമാകുന്ന ജലത്തെ പ്രാപിച്ചാൽ നിനക്ക് കൂടുതൽ കാന്തി ലഭിക്കട്ടെ. അഗസ്ത്യൻ പറയാണ്, രാമ, ഹംസങ്ങൾക്ക് മുമ്പ് വെളുപ്പു നിറമായിരുന്നില്ല. ചിറകുകൾ അറ്റങ്ങളിൽ നീലിച്ച് മുൻവശം കറുകപ്പുല്ല്. പിന്നെ വൈശ്രവൺ മലയിൽ കയറി നിൽക്കുന്ന ഓന്തിനോട് പറയണം, നിന്റെ തല സ്വർണ്ണ സദൃശവും അക്ഷയവും കാഞ്ചനകവർണവുമാവട്ടെ. ഇങ്ങനെ ദേവതകൾ ഓരോരുത്തരും അവരവരുടെ തിഥികളെ അനുഗ്രഹിച്ച ശേഷം സന്തുഷ്ടരായ യജ്ഞഭാഗങ്ങളൊക്കെ സ്വീകരിച്ച് യജ്ഞം പൂർത്തിയാക്കി മരുത്തനോടൊപ്പം സ്വസ്വനിലയങ്ങളിലേക്ക് മടങ്ങി. ദേവതകളുടെ നിലയ്ക്കും മരുത്തൻ്റെ രാജധാനിയിലേക്ക് മടങ്ങി. ആപദാം അപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. ശ്രീരാമ പാദാർപ്പണമസ്തു.